എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ വെജീറ്റ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഒരുപാട് വിഷമത്തിൽ ഇപ്പോൾ വെജീറ്റയെ അവിടെ അടക്കുകയാണ്. അതിനുശേഷം വെജീറ്റയോട് പറയും, നമുക്ക് ഗ്രഹത്തിന് വേണ്ടിയും സയാൻ ഗ്രഹത്തിന് വേണ്ടിയും ഉറപ്പായാലും ഞാൻ ഈ ഫ്രീസയെ അവനെ ഇല്ലാതാക്കും. അതെന്റെ ലക്ഷ്യം തന്നെയാണ്. നിനക്ക് തരുന്ന ഈ ഒരു വാക്ക് അത് ഞാൻ പാലിക്കും. എന്റെ ജീവന്റെ അവസാന തുടിപ്പ് അത് നിലനിൽക്കും വരെ ഞാൻ ഇവരുമായിട്ട് പോരാടുന്നു പറഞ്ഞ് ഇപ്പോൾ ഗോക്കു ആണെങ്കിൽ ഫ്രീസയുടെ മുൻപിലേക്ക് വരും. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ പരസ്പരം നോക്കി ടെററായിട്ട് നിൽക്കും. പിക്കലോ ആണെങ്കിൽ വിളിച്ചു പറയും, നമ്മൾ ഒരു കാരണവശാലും ഇനി ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല, ഇത് വലിയ അപകടമാണെന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് പോവും. അത് കേട്ട് മൊട്ടപ്പനും അവന്റെ തൊട്ടു പിന്നാലെ പോവാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗൊഹാനെ നോക്കും. ഗൊഹാൻ അവിടെ നിൽക്കാനായിട്ട് പാടില്ല, കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൊഹാൻ ആണെങ്കിൽ ഉച്ചത്തിൽ ഗോക്കുവിനോട് വിളിച്ചു പറയും, ഒരു കാരണവശാലും ആ ഫ്രീസയെ അവനെ വെറുതെ വിടാനായിട്ട് പാടില്ല. അത്രയും പറഞ്ഞ് അവനും ഇപ്പോൾ പറന്നു പോവും. അടുത്ത നിമിഷം ഗോക്കുവും ഫ്രീസയും രണ്ടുപേരും പരസ്പരം പാഞ്ഞടുത്ത് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ് അട്ട് കിട്ടി ബഹളം. ഗോക്കുവിനാണെങ്കിൽ അവനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാവും. ഫ്രീസയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഫൈറ്റ് അത് മെഷർ ചെയ്യാനുള്ള കഴിവ് ഇല്ല. അവന്റെ പവർ അത് മനസ്സിലാക്കാതെയാണ് ഫൈറ്റ് ചെയ്യുന്നത് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ വീണ്ടും അവന്റെ സ്ട്രെങ്ത് എടുത്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ പിക്കലോ ആണെങ്കിൽ ഗൊഹാനെ തട്ടി മാറ്റും. മൊട്ടപ്പനാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് തെറിച്ചു വീഴും. അവരുടെ ഇടയിലൂടെ ഇപ്പൊ ഫ്രീസ മിന്നൽ വേഗത്തിൽ കടന്നു പോവാണ്. മൊട്ടപ്പനാണെങ്കിൽ ഭയന്ന് തലയ്ക്ക് കൈ കൊടുത്ത് ഫ്രീസയെ തന്നെ നോക്കും. ഫ്രീസയും ഗോകുവും ഇപ്പൊ വലിയൊരു മലയുടെ മുകളിലേക്ക് പോവും. അതിനുശേഷം അവർ രണ്ടുപേരും അവരുടെ പവർ റിലീസ് ചെയ്യും. ആ ഒരു മല ഇടിഞ്ഞ് അവർ താഴേക്ക് പോവാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ബുൽമ അവളാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട് നദിക്കരയിലേക്ക് വന്ന് അവിടുന്ന് വെള്ളം കുടിക്കുകയാണ്. ഞാൻ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്, ഞാനിപ്പോൾ ഓക്കെയാണ്. പക്ഷേ എനിക്ക് ഒരുപാട് ഭയം തോന്നുന്നു. ഇപ്പോൾ എൻ്റെ മരണം അത് ഈ നമക്കിയൻ ഗ്രഹത്തിൽ വെച്ച് തന്നെയായിരിക്കും. ഭംഗിയുള്ള പൂക്കൾക്ക് അധികം ആയുസില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല, മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കിടക്കും. ഒരു തവളയാണെങ്കിൽ ചാടി വന്ന് അവളുടെ മുഖത്തിരിക്കും. ബുൽമയാണെങ്കിൽ പേടിച്ച് ഞെട്ടി എഴുന്നേക്കും. ആ തവളയെ തട്ടിക്കളഞ്ഞ് ഇത്തരത്തിൽ തവളകൾക്കിടയിൽ ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഇവറ്റകൾ എന്തിനായിരിക്കും എന്നെ റൗണ്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് ചിന്തിച്ച് അവളാണെങ്കിൽ അവറ്റകളൊന്ന് നോക്കും. അതിനുശേഷം ഭയന്ന് ഉഷാറായിട്ട് ഓടുകയാണ്. ഇവിടെ ഗോക്കു നിന്ന സ്ഥലമാണെങ്കിൽ തകരാനായിട്ട് തുടങ്ങുകയാണ്. ഉടനെ ഗോക്കു ആണെങ്കിൽ അവൻ്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവിടെ ആൾക്കാരെല്ലാവരും നെഞ്ചെടുപ്പോട് കൂടെ ആ കാഴ്ച നോക്കി നിൽക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഇപ്പോൾ അത് റെസിസ്റ്റ് ചെയ്തെടുക്കും. ശേഷം വീണ്ടും ഫ്രീസയുടെ അടുത്തേക്ക് വരും. നിനക്ക് ഞാൻ നല്ലൊരു ഗുണപാഠം അത് പഠിപ്പിക്കും. മറ്റുള്ളവരുടെ ഗ്രഹം അത് നശിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യാഘാതം അതെന്താണെന്ന് നീ മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി ഉറപ്പായാലും നിന്നെ ഞാൻ ഇല്ലാതാക്കും. അതിന് ഫ്രീസ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കാവും. നിനക്ക് സത്യത്തിൽ നല്ല പവറുണ്ട്, നിന്നെപ്പോലെ പവറുള്ള ഒരാളെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതിയതല്ല. ഇനി വെജിറ്റ പറഞ്ഞതുപോലെ നീ ഒരു സൂപ്പർ സയാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിന്നെ ഇല്ലാതാക്കിയേ പറ്റൂ. എൻ്റെ പവർ കൊണ്ട് ഈസി ആയിട്ട് എനിക്കതിന് സാധിക്കും. അതിന് ഗോക്കു ആണെങ്കിൽ ഫുൾ ആറ്റിറ്റ്യൂഡിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റുമുട്ടാന്ന് പറഞ്ഞ് അവർ വീണ്ടും ഫുൾ പവർ സ്ട്രെങ്ത് ഒക്കെ ഉപയോഗിച്ച് പരസ്പരം ഏറ്റുമുട്ടാനായിട്ട് തയ്യാറാവും. ഈസി ആണെങ്കിൽ ഗോക്കുവിന് നേരെ പറന്നു വരും. ഗോക്കു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിനെ തെന്നിമാറി അവൻ്റെ പുറകിൽ നിൽക്കുകയാണ്. നിനക്ക് ധൈര്യമാണെങ്കിൽ പുറകിലേക്ക് നോക്കാൻ പറഞ്ഞ് ഇപ്പോൾ ഗോക്കു ഒരു പവർ ക്രിയേറ്റ് ചെയ്യും. അവൻ ആ പവറിലേക്ക് വീഴും. പക്ഷെ ജസ്റ്റ് മിസ്സിന് അതിൽ നിന്ന് അവൻ തെന്നിമാറി പോവാണ്. ഗോക്കു ആണെങ്കിൽ വണ്ടർ അടിച്ച് അവനെ തന്നെ നോക്കും. അവനെ കൊണ്ട് ആ പവറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. ഗോക്കു ചിന്തിച്ച് നിൽക്കുന്ന അതേ സമയം ഫ്രീസ കറങ്ങി വന്ന് അവനെ ആഞ്ഞടിക്കും. ആ ഒരു ഇടി കെട്ടി ഗോക്കു തെറിച്ചു പോവും. ഗോക്കു ആണെങ്കിൽ ആ ഒരു ഇടി കിട്ടി ഇപ്പൊ വെള്ളത്തിലേക്ക് അങ്ങനെ അടിച്ചു. ഈസി ആണെങ്കിൽ താഴേക്ക് തന്നെ നോക്കും. എന്തുപറ്റി, ഇത്രയും നേരമായിട്ട് നിനക്ക് മുകളിലേക്ക് വരാനായില്ലേ, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ വെള്ളത്തിനടിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കും. ഞാൻ കരുതിയതുപോലെ തന്നെ അവനെ കൊണ്ട് മറ്റുള്ളവരുടെ പവർ അത് മെഷർ ചെയ്യാനായിട്ട് കഴിയില്ല. അവൻ്റെ കണ്ണുകൾ ഉപയോഗിച്ചാണ് മറ്റുള്ളവരുടെ നീക്കം അത് മനസ്സിലാക്കുന്നത്. സോ ഒരു സ്പെഷ്യൽ ടെക്നിക്ക് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ മൊട്ടപ്പനെ കാണിക്കും. മൊട്ടപ്പനാണെങ്കിൽ പാനിക്കായി ആ വെള്ളത്തിലേക്ക് തന്നെ നോക്കുകയാണ്. ഗോക്കു അവനെ കാണാനില്ലല്ലോ, അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ? ഗോഹാനാണെങ്കിൽ എന്നെ സമാധാനിപ്പിക്കും. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഗോക്കു, അവൻ ഓക്കെയാണ്. അദ്ദേഹത്തിന്റെ പവർ എനിക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ നോർമൽ തന്നെയാണ്. അവർ അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ ഗോക്കുവിനെ കാണിക്കും. എന്റെ മാസ്റ്റർ റോഷി, അദ്ദേഹം ഈ പവർ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് അറിയില്ല, പക്ഷെ എങ്കിലും എന്റെ പവർ കൊടുത്ത് ഞാനത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. ഡൈവേർട്ട് ചെയ്യാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ വെള്ളത്തിനടിയിൽ വെച്ച് ഹാമേ പവർ അത് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അത് പതിയെ വെള്ളത്തിൽ ഹോൾഡ് ചെയ്ത് അവൻ അല്പദൂരം മുൻപോട്ടേക്ക് മാറും. ഫ്രീസയ്ക്കാണെങ്കിൽ അവന്റെ ക്ഷമ നശിക്കുകയാണ്. ഓ നോ, നീ വെള്ളത്തിനടിയിൽ മുങ്ങിച്ചത്തോ? എത്ര നേരമായി ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവനത് പറയേണ്ട താമസം ഒരു ഹാമേ പവറുള്ള പവർ പുറത്തേക്ക് വരും. നോ, ഇത് ഞാൻ പ്രതീക്ഷിച്ചല്ല എന്ന് പറഞ്ഞ് അവൻ തെന്നി മാറാൻ ശ്രമിക്കും. അടുത്ത നിമിഷം രണ്ടാമത്തെ പവർ അവനെ ഇട്ടിച്ച് തെറിപ്പിച്ച് അവിടെ വലിയൊരു പൊട്ടിത്തെറിയാൻ ഉണ്ടാവുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നും. കാരണം ഇങ്ങനെയൊരു ട്വിസ്റ്റ് അത് ഗോക്കു
ഗോക്കു കൊടുക്കുമെന്ന് അവരും പ്രതീക്ഷിച്ചതല്ല. ഉണ്ടായിരുന്ന വലിയൊരു മല അതങ്ങനെ തകർന്ന് ഇപ്പോൾ ഫ്രീസയുടെ ദേഹത്തേക്ക് വീഴുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഫ്രീസ് തകർന്നു എന്ന് കരുതി അവർ ആശ്വസിച്ച് നിൽക്കും. പക്ഷെ അടുത്ത നിമിഷം ആ മലയെല്ലാം തന്നെ തകർത്തുകൊണ്ട് അവൻ പുറത്തേക്ക് വരികയാണ്. ഗോകുവിനാണെങ്കിൽ ഭയങ്കര അതിശയം. ഓ നോ, ഇവൻ ശരിക്കും പവർഫുൾ ആണ്. അവന്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും വീണിട്ടില്ല. ഫ്രീസ ആണെങ്കിൽ അവന്റെ ബോഡിയിലുണ്ടായിരുന്ന പൊടിയും മണ്ണും എല്ലാം തന്നെ തട്ടിക്കളയും. ഓ, നീ ശരിക്കും പവർഫുൾ തന്നെയാണ്, ഞാനത് സമ്മതിച്ചു. വെജിറ്റയെ പോലെയല്ല, ഇത് കുറേ അധികം നല്ല മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം എൻ്റെ പപ്പയുടെ കൂടെ ട്രെയിനിങ് എടുക്കുമ്പോഴാണ് മണ്ണിൽ വീണത്. അതിനുശേഷം ഇപ്പോഴാണ്. ഇതുകൊണ്ടൊന്നും നീ ജയിച്ചു എന്ന് കരുതണ്ട, നീ തോൽക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഓരോ ഭാഗത്തൂടെ ഇൻവിസിബിളായി ഗോകുവിൻ്റെ അടുത്തേക്ക് വരും. അതിനുശേഷം കൈ നീട്ടി ഒരുപാട് പാറക്കഷ്ണങ്ങൾ അതങ്ങനെ കറക്കി കറക്കി ഗോകുവിന് നേരെ വലിച്ചെറിയും. ആ പാറക്കഷ്ണങ്ങളുടെ ഇടയിൽപ്പെട്ട് ഗോകു ആണെങ്കിൽ വട്ടത്തിൽ കറങ്ങും. പക്ഷെ ഗോകു അവൻ്റെ കൈകളും കാലുകളും ഒക്കെ ഉപയോഗിച്ച് ആ പാറക്കഷ്ണങ്ങൾ അങ്ങനെ അടിച്ച് തവിട് പൊടിയാക്കും. ഇസയ്ക്കാണെങ്കിൽ അപ്പോഴും അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവൻ അടുത്തായിട്ട് വലിയൊരു മല അതങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാണ്. ഗോകു ആണെങ്കിൽ അതുകൊണ്ട് ഞെട്ടും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഷോക്കാവും. ഗോഹാനാണെങ്കിൽ ത്തോടുകൂടെ അതിലേക്ക് തന്നെ നോക്കുകയാണ്. ഓ നോ, അത് ഭൂമിയുടെ ഒരു പാർട്ട് പോലെ ഉണ്ട്. ഒരു ഐലാൻഡാണ് അവനിപ്പോൾ ഉയർത്തി എടുത്തുകൊണ്ട് വരുന്നത്. അതിന് അവന്റെ ശ്രമം അതുപയോഗിച്ച് എൻ്റെ അച്ഛനെ തകർക്കാനാണെന്ന് പറയേണ്ട അടുത്ത നിമിഷം ഫ്രീസയാണെങ്കിൽ അത് ഗോകുവിന് നേരെ വലിച്ചെറിയും. ഗോകു ആണെങ്കിൽ അവന്റെ കൈകളും കാലുകളും ഒക്കെ ഉപയോഗിച്ച് അതിനെ തടയാൻ ശ്രമിക്കും. പക്ഷെ അത് നല്ല ഫോഴ്സിൽ ഗോകുവിനെ ആഞ്ഞടിച്ച് അടുത്തുണ്ടായിരുന്ന മറ്റൊരു പാറയിൽ പോയി ഇടിച്ചു നിൽക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഞൊട്ടിയടയിൽ അത് വെട്ടിയെറിഞ്ഞ് പുറത്തേക്ക് വരും. സേഫായി പുറത്തേക്ക് വരുന്നത് കാണുമ്പോൾ നമ്മുടെ ആൾക്കാർക്കും ഒരുപാട് ആശ്വാസം. അവൻ ഞൊട്ടിയടയിൽ ഫ്രീസയുടെ തൊട്ടടുത്തെത്തും. നീ എന്താ ചെയ്യണമെന്ന് ചോദിക്കുന്ന അതേ സമയം ഫ്രീസ ആണെങ്കിൽ അടുത്തൊരു പവർ ക്രിയേറ്റ് ചെയ്ത് ഇതൊരു ദാക്ഷിണ്യമില്ലാതെ ഗോകുവിനെ ആഞ്ഞടിക്കും. ഗോകു ആണെങ്കിൽ ആ ഒരു പവറിൽ അങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുകയാണ്. അതിനാ ഫ്രീസ പറയും, നീ ഇത്രയും നേരം എന്നോട് ഫൈറ്റ് ചെയ്ത് നിന്നു, പക്ഷേ ഇനി നിന്നെ എന്താണെന്ന് പറഞ്ഞ് ഗോകുവിനെ അറഞ്ച പുറഞ്ച് അറ്റാക്ക് ചെയ്യും. സമയം അടുത്തു, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞ് വലിയൊരു പവർ ഗോകുവിന് നേരെ ആഞ്ഞടിക്കും. ആ പവറിൽപ്പെട്ട് ഗോകു ആണെങ്കിൽ ദൂരേക്ക് പോയി നവഗ്രഹത്തിന്റെ ഒരു പാർട്ടിൽ വെച്ച് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ആ ഒരു പൊട്ടിത്തെറിയുടെ ശക്തിയിൽ ഇപ്പോൾ ഗോഹാനും മൊട്ടപ്പനും അവർ തെറിച്ചു പോവും. മൊട്ടപ്പൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ഭാഗത്ത് അങ്ങനെ പിടിച്ചു നിൽക്കും. പക്ഷെ ഗോഹാനാണെങ്കിൽ കൺട്രോൾ പോയി പറന്നു പോവാണ്. ഗോഹാനാണെങ്കിൽ ആ പവറിൽ തെറിച്ചു പോവും. അത് കണ്ട പിക്കലോ ആണെങ്കിൽ ഗോഹാനെ ക്യാച്ച് ചെയ്യാണ്. താങ്ക് യു പിക്കലോ, നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ വന്നു പറയും. നാമഗ്രഹത്തിന്റെ ഒരു ഭാഗം തന്നെ കത്തി എരിയുകയാണ്. അല്പസമയം കഴിഞ്ഞ് ആ ഒരു പവറൊക്കെ കെട്ടടങ്ങിയതിന് ശേഷം മണ്ണിനടിയിൽ നിന്ന് നമ്മുടെ ആൾക്കാരാണെങ്കിൽ പതിയെ എഴുന്നേക്കും. പിക്കലോ ആണെങ്കിൽ ഗോഹാനോടും മുട്ടപ്പനോടും പറയും, ഫ്രീസ അവന്റെ അറ്റാക്ക് അത് ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഇത് വെറും ഒരു തുടക്കം മാത്രം. അവന്റെ ഉള്ളിൽ ഒരുപാട് പവറുകൾ ഇനിയും ബാക്കിയുണ്ട്. അവൻ മനസ്സ് വെച്ച ഈ ഒരു ഗ്രഹം പോലും ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിയും. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, അവൻ മാത്രമല്ല പവർഫുൾ. ഗോഹാൻ, നിന്റെ അച്ഛനും നല്ലൊരു പോരാളിയാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ വിരൽ ചൂണ്ടും. അപ്പൊ ദൂരത്തായിട്ട് ഗോകു അവനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ ആയിട്ട് നിൽക്കുകയാണ്. ഗോഹാനാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ വിളിക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഗോകുവിനെ കാണിക്കും. ഞാൻ തലനാരിഴയ്ക്കാണ് അവന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞാൻ കുറെ കൂടെ കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഫ്രീസ അവന്റെ യഥാർത്ഥ യുദ്ധം അത് ആരംഭിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ഫ്രീസയുടെ അടുത്തേക്ക് വരും. ഫ്രീസയാണെങ്കിൽ ഗോകുവിനെ നോക്കി പറയും, സത്യത്തിൽ നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഇത്രയും വലിയ പവറിൽ നിന്ന് നീ രക്ഷപ്പെട്ടു വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ പവർഫുള്ളായ ആൾക്കാരോട് ഫൈറ്റ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. എനിക്ക് നിന്നോടുള്ള ദേഷ്യവും വെറുപ്പും ഇപ്പോൾ 10 മടങ്ങായിരിക്കുകയാണെന്ന് പറയും. അതിന് ഗോകുവും പറയും, അതെ എനിക്കും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഗോഹാനും പിക്കലോയും മൊട്ടപ്പനും അവരാണെങ്കിൽ പരസ്പരം ചോദിക്കും, ഗോകു എങ്ങനെ അത്രയും വളരെ സ്പീഡായിട്ടുള്ള പവറിൽ നിന്ന് രക്ഷപ്പെട്ടു? അതിന് പിക്കലോ പറയും, ഒന്നെനിക്കറിയാം, ഫ്രീസയെ പോലെ തന്നെ ഗോകുവും വളരെ ശക്തിയുള്ള ഒരാളാണ്. ഇവിടെ ഗോകുവും ഫ്രീസയും രണ്ടുപേരും അടുത്ത സെക്ഷൻ ഫൈറ്റിന് തയ്യാറാവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.